എന്റെ ചെറുപ്പക്കാരാ, പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയോ? കിട്ടുന്ന പെണ്ണിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷ വെക്കുന്നവനാണല്ലോ, സ്വപ്നം കാണുന്നവനാണല്ലോ. എടാ, ഒരു മണവാട്ടിയെ ഞാൻ പറഞ്ഞു തരട്ടെ. മണവാട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കണമെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ യാരിതങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാ. കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. അലിയാരിതങ്ങള് വീടിനകത്ത് കയറി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറക്കകത്തേക്ക് കടന്നു. അല്ലാഹുവേ, കുറേ സമയം കഴിഞ്ഞു. وسمعنا صوتا حنينا. പടച്ചവരെ, വീടിന്റെ കവാടമടക്കുകയാണ്. വീടിനകത്ത് കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കണക്കുകയാ. അലിയാരിതങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ മണിയറക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. മണിയറക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാ. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്തിനാ നീ കരയുന്നത്? സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ഇരുന്ന് കരയുകയാണ്. എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? പിന്നെ എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? അവിടെന്ന് പറയുന്നു, അലിയേ, ഇന്ന് നമ്മുടെ ആദിരാത്രിയാണല്ലോ, ഇന്ന് ജീവിതം തുടങ്ങുന്ന രാത്രിയാണല്ലോ. ഈ മണിയറക്കകത്തേക്ക് കടന്നു വന്നപ്പോ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്ക് പെട്ടെന്ന് അണച്ചപ്പോ ഇന്ന് നമ്മുടെ മണിയറയാണല്ലോ. ഈ മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വന്നലിയേ. നമ്മള് രണ്ടുപേരിൽ ഒരാള് മരിക്കുന്ന ദിവസമുണ്ടല്ലോ. നമ്മള് രണ്ടുപേരിൽ ഒരാള് മരിക്കുന്ന ദിവസമുണ്ടല്ലോ.